നിരവധി സിനിമകൾ, മലയാളത്തിലെ സീനിയർ മോസ്റ്റ് അഭിനേതാക്കളിൽ ഒരാൾ, നർമ്മബോധം എപ്പോഴും കൈമുതലായി കൊണ്ടു നടക്കുന്ന ഒരാൾ, നമ്മുടെ ഇതേ വേദിയിൽ പല എപ്പിസോഡുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ, ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട കുഞ്ചൻ ചേട്ടനെ സ്വാഗതം ചെയ്യും. കുഞ്ചേട്ടാ, വീണ്ടും സ്വാഗതം. ഇങ്ങനെ മാംകോയൊക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ചേട്ടനൊക്കെ വളരെ സീനിയറാണ്. പക്ഷേ എനിക്ക് മമ്മൂക്കയെ ഒരു സിനിമാ നടനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞങ്ങളിപ്പോ പലതവണ പറഞ്ഞ കാര്യമാണ്. ഒരു സാധാരണ മനുഷ്യനത്രയുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ പെടുന്ന ഒരു സ്നേഹിതൻ, ഒരു വെള്ളമുണ്ടും ഒരു വെള്ള ഷർട്ടും ഒരു ചെറിയ മനുഷ്യൻ, ഒരു ചെറിയ ഷൂട്ട് കേസ്, അവാർഡ് നൈറ്റിനൊക്കെ ഞാൻ കണ്ടിട്ട് എല്ലാത്തിനും ആ കാണുന്ന രൂപം തന്നെ വീട്ടിലും നാട്ടിലും ഒക്കെ എല്ലായിടത്തും. മറ്റുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ ചില കൂട്ടുകെട്ടുകളും ചന്തകളൊക്കെ ഉണ്ടാവില്ല, മറ്റത് മറിച്ച് ഒന്നുമില്ല. ഒരു സാധാരണ മനുഷ്യൻ ഒരു രൂപം വെച്ചിട്ട് വലിയ ആകാര സൗഷ്ഠവും വലിയ രൂപങ്ങളും ഒക്കെ ഉള്ളവരെയൊക്കെ അല്ലേ അവരുടെ ഇടയിലേക്ക് തന്റേതായ ഒരു. എനിക്ക് ഏറ്റവും അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പം അദ്ദേഹത്തിന്റെ കയ്യൊപ്പും മൈ ഗോഡ്, നമ്മളൊക്കെ എത്ര പഠിച്ചാലും അങ്ങനെ വരില്ല. ആണല്ലേ? അതൊരു പുതിയ അറിവ് എനിക്ക്. അത് കേട്ടിട്ടുണ്ട്. എന്ന് നാഥന്റെ നിമ്മി എന്ന് പറയുന്ന പടത്തിലാന്ന് തോന്നുന്നു 86 നിങ്ങള് ആദ്യം ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത്. അവിടെ തൊട്ട് പിന്നീട് ഒരുപാട് സിനിമകൾ ഒന്നിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ഓർത്താ കിട്ടുന്ന എത്രയോ കഥാപാത്രങ്ങൾ. ഇപ്പോൾ നമ്മൾ കോഴിക്കോടൻ ഭാഷയെ കുറിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹം പല സംഭവങ്ങളെ സിനിമയിൽ കോഴിക്കോടൻ ഭാഷയാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ ചില വാഹനങ്ങൾ ഇംഗ്ലീഷ് ആക്കുമല്ലോ. ഇപ്പൊ ധ്വനി എന്ന് പറയുന്ന സിനിമയിൽ ആ പാട്ട് വരുന്നതിന് മുമ്പ് മാനസ നിളയിൽ മഞ്ചേരി ധ്വനി ഉയർത്തി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി അതെടുത്ത് വായിച്ചു വിടുന്നുണ്ട്. മഞ്ചേരി അതിനാണ് മഞ്ചേരി ധ്വനി ആക്കുന്നുണ്ട്. പിന്നെ മന്ത്രമോതിരം എന്ന് പറഞ്ഞ പടത്തില് നമ്മുടെ അഭിജ്ഞാന ശാകുന്തളത്തില് ആരുന്നീ ഭദ്രേ താപസ കന്യെ മാപ്പിളപ്പാട്ടാക്കുന്നുണ്ട്. ആരുന്നീ കന്യെ താപസ കന്യ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മാപ്പിളപ്പാട്ടാക്കുന്നുണ്ട്. വേറൊരു സിനിമയില് MT സാറിന്റെ ഡയലോഗ്, ചന്തുവിന്റെ ഡയലോഗ് മുഴുവൻ മാപ്പിള ഭാഷയിൽ കോഴിക്കോട് മൊഴി പറ്റൂല എന്നൊക്കെ പറഞ്ഞൊരു തോട്ടത്തിൽ കൂടെ നടന്നിട്ട് അത് പറയുന്നുണ്ട്. സർവോപരി ഹിസ്സന അബ്ദുള്ളയിലെ മാണ്ട, അതൊരു ഹ്യൂമറിന്റെ ഒരു സാധ്യത കൂടിയുണ്ട്. അത് വലിയൊരു കാര്യമുണ്ട്. ഈ മുനി ഇത് പറഞ്ഞപ്പോ ഈ സിനിമയിൽ ഏതോ ഒരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, ഈ മുനി ഇങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോ പുള്ളി പറയുന്നുണ്ട്, മലബാർ ഏരിയയിൽ ഏത് മുനി ജനിച്ചാലും മുനിയായാലും പോലീസായാലും ഗുണ്ടയായാലും എല്ലാം ഈ ഒരു സ്ലാഗതയെ പിടിച്ചിട്ടുണ്ട്. അത് വലിയൊരു ജ്ഞാനപീഠനാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളെ കുറിച്ച് അറിയുന്നൊരു, നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും അദ്ദേഹം പറഞ്ഞ പോലെ നല്ല വായനാശീലമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും വളർന്ന രീതിയും എല്ലാം വലിയ ജ്ഞാനപീഠത്തിനുള്ള ആളുകൾ കൂടിയായിരുന്നു. അതൊക്കെ ഉണ്ട്. അല്ല, ഈ ജ്ഞാനപീഠത്തിനുള്ള ആളുകൾ ഒരാളെ കൂട്ടണമെങ്കിൽ അയാൾക്ക് അതിന് മാത്രമുള്ള മെറിറ്റ് വേണം. അതെ, ആശയപരമായിട്ടേ. അല്ല, അത് അദ്ദേഹത്തിന്റെ കഴിവും അതിനുള്ളൊരു സ്നേഹവും ബഹുമാനവും ബന്ധമൊക്കെ ഉണ്ടല്ലോ. ആ വഴിക്ക് പോകണമെന്നുള്ള MT പോലുള്ള ഒരാളുമായിട്ടൊക്കെ ഒരു സൗഹൃദം ഉണ്ടാക്കുക അല്ലേ? അതെ, ഞാൻ കേട്ടിട്ടുള്ളത് ദൂരെ ഒരു കൂട് കൂട്ടാം എന്ന് പറയുന്ന സിനിമയില് പപ്പുച്ചേട്ടൻ എങ്ങാണ്ടായിരുന്നു ആദ്യം ആ വേഷം ചെയ്യേണ്ടിരുന്നത്. പിന്നെ എന്തോ കാരണം കൊണ്ട് അത് മാറി ഈ പുതിയൊരാൾക്ക് വേഷം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതാണല്ലോ ഒരു ബ്രേക്ക് ആയ സിനിമ. പിന്നെ അതിലെ അറബി മാഷ് കോയ എന്ന് പേരുള്ള അറബി മാഷാണ്. അതാണ് മാമു കോയ എന്ന് പിന്നീട് പറയുന്നത്.